ഈ ഒരു എംബ്രോയ്ഡറി വർക്ക് എങ്ങനെയുണ്ട്? സൂപ്പർ ആയിട്ടില്ലേ? ഇത് പക്ഷേ ഞാൻ ചെയ്തതല്ല കേട്ടോ. ഇതെൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മോൾക്ക് ഒരു സ്ലിറ്റ് ടോപ്പ് തയ്ക്കാനായിട്ട് തന്ന ചുരിദാർ സെറ്റായിരുന്നേ. ഇതിൻ്റെ ആ ഒരു ബോഡി പാർട്ടിൽ ഹെവി ആയിട്ട് വരുന്ന ആ ഒരു ബ്രൗൺ കളറിലെ ത്രെഡ് വർക്കും പിന്നെ ആ ഒരു ഷുഗർ ബീഡ്സ് ഒക്കെ കൊണ്ടിട്ടുള്ള ആ ഒരു വർക്ക് എപ്പോഴെങ്കിലും ഒന്ന് ചെയ്ത് നോക്കാമെന്ന് കരുതിയിട്ട് ഇതിൻ്റെ ഈ ഒരു വർക്കൊക്കെ ഞാനൊന്ന് ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ നോർമൽ സ്ലിറ്റ് ടോപ്പ് ആയിട്ടായിരുന്നെങ്കിലും ഇതിൻ്റെ ആ ഒരു ബാക്ക് വശത്ത് കുറച്ച് അൽക്കുലത്ത് പണിയും കൂടിയൊക്കെ ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. ഷേപ്പ് ഭാഗത്ത് ലെയറായിട്ട് വരുന്ന ആ ഒരു ലൂപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഹോൾ ഞാൻ ഇട്ട് കൊടുത്തത്. അപ്പോൾ ഞാൻ ആദ്യം എടുത്ത ആ ഒരു അളവൊക്കെ ആണെങ്കിലും ചെറിയൊരു വ്യത്യാസം ഉണ്ടായിട്ട്, അതായത് എടുത്ത അളവ് കുറച്ച് ചെറുതായി പോയായിരുന്നു. പിന്നെ ഞാൻ അതെല്ലാം മെഷർമെൻ്റ് എല്ലാം മാറ്റിയെടുത്തിട്ടാണ് രണ്ടാമത് ഇങ്ങനെ ഒന്ന് രണ്ട് വശത്തും ഒന്ന് കറക്റ്റ് അളവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒന്ന് ചെയ്തെടുത്തത് കേട്ടോ. ഈ ഒരു മെറ്റീരിയൽ വരുന്നത് വിചിത്ര സിൽക്കായിരുന്നേ. പിന്നെ നമ്മുടെ ഈ ഒരു വീഡിയോസൊക്കെ കാണുമ്പോഴേക്കും പല ആൾക്കാരും റിക്വസ്റ്റ് ചെയ്യാറുണ്ട് സ്റ്റിച്ചിങ്ങിൻ്റെയും കട്ടിങ്ങിൻ്റെയൊക്കെ വീഡിയോയും കൂടിയൊക്കെ ചെയ്യാനായിട്ട്. പക്ഷേ നമുക്കിപ്പോൾ എംബ്രോയ്ഡറിയുടെ ഓൺലൈൻ ക്ലാസ്സും പിന്നെ സ്റ്റിച്ചിങ്ങിൻ്റെ വർക്കും എല്ലാം കൂടി എനിക്ക് ഒറ്റക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടിട്ടാണ് ആ ഒരു കാര്യത്തിൽ ഞാൻ പുറകോട്ട് നിൽക്കണം കേട്ടോ. അപ്പോൾ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ട് ഈ ഒരു ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ്.